السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷരായ മഹാനായ തങ്ങളവർകൾ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങൾ മുഖ്യ പ്രകാശം നടത്തുന്ന ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട മഹാനായ സബീർ ഉസ്താദ് അവറുകൾ, അതുപോലെ നമുക്ക് പല നിലക്കുള്ള ഉപദേശങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫുർഖാനി ഉസ്താദ് അവറുകൾ, അതുപോലെ എൻ്റെ സ്നേഹിതനും ശരീക്കുമായിരുന്ന ഇസ്മായിൽ ഹാജി അവറുകൾ, അതേപോലെ നമ്മുടെ ആലടുക്ക സദർ ഉസ്താദ് അലി വഹബി അവറുകൾ, അതുപോലെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് അവറുകൾ, അതേപോലെ സദർ ഉസ്താദുകൾ, ഇവിടുത്തെ അധ്യാപകന്മാരായ ഉസ്താദന്മാർ, അതുപോലെ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ കൂടിയ എല്ലാം ഹിരിയെ കിരിയെ ബലിയെ ചെരിയെ ആയ പെണ്ണ് എല്ലാരട്ടും ഈ ഉദ്ഘാടനം കേട്ടത്ര വലിയ കല ഈ ഉദ്ഘാടനം സുറുവെ മനസ്സിലാക്കിയാൽ എന്നിട്ട് ഞങ്ങൾ അബന്ധുണ്ടല്ലേ. അൽഹംദുലില്ലാ, ഞങ്ങളെ ചെറിയ പണ്ട് ഏതോ ഒരു മൂലയിൽ ഒരു ചെറിയൊരു ഗുഡിസ് പോലത്തെ ഒരു മദ്രസയിൽ ഒരു കാലം തുയരായത്, ഒരു 10-15 മക്കൾക്ക് ദൈക്കു കഷ്ടമുള്ള ഒരു ചെറിയ ഒരു മൂലയിൽ അതിപ്പോൾ ഉണ്ടാണ് കൊന്നില്ല. ഞങ്ങൾക്ക് ഉണ്ടാ ഈക്കോ ഉണ്ടായി. അപ്പം ഞങ്ങളെ ദർശന മുത്തല്ലിമീങ്ങല്ല ആരെങ്കിലും ഉയർന്നങ്ങ വന്നിട്ടല്ല മദ്രസ നടത്തിയോണ്ടല്ല എന്നറിവ്. അങ്ങനത്തെ നമ്മ അൽഹംദുലില്ലാ എത്ര വലിയ നിഅമത്ത് ചെയ്തിടാ. നമ്മ കാലകാലം അള്ളാഹു നന്ദി ചെയ്യുകയും തീരാത്ത നിഅമത്തായിട്ടിരിക്കുന്ന അള്ളാഹു നമ്മ തന്നിരും. എത്ര വലിയ മദ്രസ, എത്ര വലിയ പള്ളി, അതുപോലെ ഈ ചെറിയരായ തങ്ങായങ്ങളും വലിയ സ്നേഹബന്ധത്തോടു കൂടി ഐക്യത്തോടു കൂടി നല്ല നിലക്ക് നീങ്ങിയിട്ടുമുള്ള ഞങ്ങളിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടിക്കറ് ഞങ്ങളെ ഇടയിലുള്ള യോജിപ്പ്. എത്രയേ പാവത്തങ്ങാവട്ടു, എത്രയേ ചെറിയരായ തങ്ങാവട്ടു, ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പില്ലാണ്ട് യോജിപ്പോടു കൂടെ ഒരേ ഒരു മക്കളെ പോലെ ഐക്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യുക സാധിക്കും. ഇവിടെ ആക്കിയിടാറ് നിങ്ങൾ തീരാത്ത എത്രമോ കാര്യം ഇവിടെ ആയിട്ടു. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാൽ ഒത്തുപിടിച്ചാൽ മലയും മരിക്കാൻ ചെന്ന എനിക്ക്. അപ്പോൾ ഒരു കാര്യം അത് ഇന്നൊരു പ്രധാനപ്പെട്ട നമുക്ക് ഞങ്ങളെ നേട്ടത്തുകൊള്ള കാരണം പ്രധാനപ്പെട്ട കാര്യം എന്തേ നീതിക്കെല്ലാത്തും ഞങ്ങളെ തണലായ ബണ്ടൂർ യഹുന മഹാനവറുകളായിട്ടിക്കർ ഞങ്ങളെ ആലടക്കത്തെ പള്ളി വൈക്ക് വലിയ തെളിവായിട്ടിക്കർ, ഊടെയും അത് വലിയ തെളിവായിട്ടിക്കർ. ആ മഹാനവറുകളുടെ തണലിൽ നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ഒരു പരാജയപ്പെടില്ല. നമുക്ക് എന്തു ചെയ്യുക തീർന്നു. ഞങ്ങളവിടെ ഇപ്പോൾ പുതിയ കെട്ടിയ ഒരു പള്ളി ഉണ്ടല്ലേ, ആ പള്ളി പൊലിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മനസ്സില്ല. എൻ്റെ മനസ്സില്ല, ഇത് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ആയെങ്കിലും മനുഷ്യന്മാർ ഞങ്ങൾക്കൊരാളുണ്ടല്ലേ, ഞങ്ങൾ വണ്ടൂർ ഷെയ്ഖുന ഉണ്ടല്ലേ, മഹാനവരല്ലേ, ഇന്ദു തോൽ ഞങ്ങൾ തൊട്ടിത് പരാജയപ്പെട്ട
എന്തുമായിട്ടില്ല, എല്ലാം വലിയ നേട്ടത്തിലേ നീങ്ങിക്കൊണ്ടുണ്ട്. അങ്ങനെ എത്രത്തോളം എന്നെങ്കിൽ ആ പള്ളിക്ക് കുറ്റിയടിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്ന് വലിയ സ്വത്ത് എന്തിരകൊന്നുണ്ട്. അത് ഞങ്ങളുടെ പ്രസിഡന്റ് മോണാക്കയുടെ കയ്യിൽ ഒരു കുട്ടി ചക്കെടുത്ത്, പിന്നെ സെക്രട്ടറി കയ്യിൽ ഒരു സുത്ത, പിന്നെ ആരമ്മ ഒരു കയ്യിൽ ഒരു പ്ലേറ്റ് ഇത് ഈ കാരക്കമ്മ ഈത്ത പോലമ്മ ഇത്തറി എത്രത്തോളം ചെന്ന് നാച്ചോദിന കുറ്റിയടിക്കൂ ഞങ്ങ തങ്ങളെ വിളിക്കുക, ആരെ ദുഃഖലെടുക്കത്തെ തങ്ങളെ വിളിക്കുവാണ്ട് വേണ്ട ഉസ്താദ് എന്ത് അതിന്റെ ഉദ്ദേശം എന്തും ഇല്ല കയ്യിൽ. ആയെങ്കിലും ആ കറുത്തൊന്നും ഞങ്ങളെ കയ്യിൽ വലിയൊരു മനസ്സ് മാഷാ അല്ലാഹ് നോക്കും നിക്കാണ്ട് അത് തുടർന്നിട്ട് അത്ര വലിയൊരു പള്ളി ഉള്ളതിനെ പൊലിച്ചിട്ടും കൂടി അതിനെ ഇടിയാക്കിയാറ്. അതൊക്കെ വേണ്ടി ചിലപ്പോൾ ചില കലക്ഷന് പോയിന്നവർ ഒരു പക്വം ഒരു തടസ്സവും ഇല്ലല്ലേ. എന്തിനു ഞങ്ങൾ വിജയിച്ച പോലെ എന്ത് ബഹുമാനം ഞങ്ങൾ ഇന്നത്തെ കാലം അങ്ങനെ പോയെങ്കിൽ ആ വെറും പോകുമ്പോഴത്തേക്ക് ബയലിട്ടിട്ടായി തങ്ങും ഔത്തിറങ്ങും അങ്ങനത്തെ കാലം ഇത് ബന്നാറുണ്ട്. ആയെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ. എവിടെ പോയെങ്കിലും ഞങ്ങളെ സ്വീകരിച്ചിട്ടാറ്. അവങ്ങളുടെ ഗൊന്തുണ്ടു ഈ പള്ളിയെ സംബന്ധിച്ച്, ആ മഹാന്റെ അവരെ സംബന്ധിച്ച് அவங்க ഗൊന്തുണ്ട്. അങ്ങറിഞ്ഞിരാറ് ഈ ചുറ്റുഭാഗത്തെല്ലാം എല്ലാവരും ഗൊന്തു. ആ നിലക്കുള്ള സഹായ സഹകരണം കിട്ടിയിരുന്നു. എന്നിട്ട് റാഹത്തോടു കൂടി ആയിത്തീർന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ അയാൾ ഞങ്ങൾ കൈവിടാത്ത കാലത്ത് ഞങ്ങൾ ഒരു പരാജയമില്ല, അതിൽ യാതൊന്നും പേടിക്കൊണ്ടില്ല. അത് നക്കനുഭവം നന്റെ അനുഭവത്തിൽ അങ്ങനെ ഞാൻ ഇത്തരത്തിലൂടെ ബാക്കിയാവുക കാരണം അതിമി ആ മഹലിൽ ഞാൻ ബാക്കിയാവുക കാരണം എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ തണലായിട്ട് അതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അവിടെ നിൽക്കുന്ന നോക്കി എന്തെങ്കിലും ഒരു കഷ്ടമുണ്ടാകും, എന്താവശ്യം വന്നാൽ ശരായ വിഷയത്തിൽ നമുക്ക് പേടിക്കൊണ്ടില്ല. ബഹുമാനപ്പെട്ട മഹാനായ ഹുജ്ജത്തുൽ ഉലമാ ഞാൻ എന്തൊരു വിഷയം അവിടെ വലിയൊരു മസാല ഉണ്ടായെങ്കിലും ഞാൻ ചൊല്ലി സുറു ഉസ്താദിട്ട് കേൾക്കോറു, ഉസ്താദിട്ട് കേൾക്കോറു. ഉസ്താദ് ചൊന്നെങ്കിൽ അവിടേക്ക് എല്ലാവർക്കും ചെറിയക്കും വലിയക്കും എല്ലാവർക്കും ഒരേ പോലത്തെ മനസ്സമാധാനം ഇതുവരെ നടന്നുകൊണ്ടില്ല. അപ്പൊ ഞങ്ങൾ ദിക്കിടങ്ങ് പോയി കഷ്ടമുണ്ടാ അതും ഇല്ല, എന്തെങ്കിലും ചൊന്നിട്ട് കെട്ടിപ്പോലുണ്ടും ഇല്ല, എന്തായില്ല. ആ നിലക്കുള്ള ഒരു സഹായം അത്ര ഹെൽപ്പായിട്ട് ഇക്കരവിടെ നിൽക്കിറങ്ങൂ. മാത്രമല്ല നിങ്ങളെ പോയ ഉസ്താദിനെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദായിട്ട് ഇതല്ലേ മെയ്തി ഉസ്താദ്. അതിന് സ്വന്തം നല്ല ഒരു ബർക്കത്തിൻ്റെ പക്ക ഇത് ഈ പക്കത്ത് ഒരു ബർക്കത്തുണ്ടു. ആ ബർക്കത്ത് എന്തിന് നിങ്ങളെ ബർക്കത്തെന്തോ അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്നതെന്തോ അല്ലത്. ആ ബർക്കത്ത് ആ ഉಡ್ರ ബർക്കത്ത്, ആ വണ്ടൂരുടെ ബർക്കത്ത്, അതിൽ യാതൊരു സംശയമില്ല. അത്രേ അള്ളാഹു ഖിയാമത്ത് നിലനിർത്തി തരട്ടെ. മാത്ര ഞങ്ങൾക്ക് എന്ത് വേണു, ഇങ്ങനെ ഒരു സമ്മേളനം ഇങ്ങനത്തെ ഒരു കൂട്ട കൂടിയിട്ട് ഇങ്ങനത്തെ സമ്മേളനത്തിൽ മാത്രം ഒന്ന് കൂടിയിട്ട് അയാൾ അങ്ങനെ നടപ്പാക്കിടല്ല. മഹാനായിരിക്കുന്ന അയാൾ തങ്ങളെ വണ്ടൂർ ശൈഖുന അവർ നാൽക്കൊരു ഫാത്തിയെങ്കിലും നെനപ്പിൽ ഓതിക്കൊണ്ടിരിക്കാം. എല്ലാവരും ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു ഫാത്തിഹ ഓതാം. ആവാത്തതില്ല. ഇപ്പം ഞാൻ ഈ പള്ളിയിൽ വന്ന് നിന്റെ പിന്നെ ഞങ്ങളെ ദർസിൽ ഞങ്ങളെ വഹബി ഉസ്താദ് ഗൊന്തിക്കവും ഈ ഒരു സമയത്ത് മേലെ സുബൈക്ക് ഞങ്ങൾ ഒരു അസ്മാൽ ഹുസ്ന ഓതിയിട്ടുള്ള ഒരു ദ്വാരം കൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് വണ്ടൂർ കൂട്ടാണ്ട് ഞങ്ങൾ ദ്വായില്ല അണ്ടർ പിടിച്ചിട്ട് പോകും. അതിൽ വിജയമേ. എവിടെയെങ്കിലും ഒരു കാര്യക്രമത്തിൽ പോകുമ്പത്തും അങ്ങനെ ഞാൻ ആ മഹാനവറുകളെ തണലുള്ള ഒരു പള്ളിയിലുള്ളവൻ ഞാൻ ഇന്നിങ്ങനത്തെ ഒരു കാര്യത്തിൽ പോണ്ടി ചൊന്നിട്ടേ പോണ്ടി. നന്റെ കാറിൽ ഞാൻ പറത്താമ്പത്തുക്ക് നന്റെ ഡ്രൈവറിട്ട് കേൾക്കും ഒരു ഫാത്തിഹ ഓതിട്ടേ അത് നന്റെ ഷെയ്ഖുനാകൂ മഹാനായ വണ്ടൂർ ഷെയ്ഖുനാകൂ ഞങ്ങളെ അബ്ബവുമ്മ ഞങ്ങളെ നന്റെ അബ്ബവുമ്മല്ല നന്റെ അബ്ബോർമ്മ ഇല്ലാറായിട്ടിക്കർ ആലിമായിട്ടിക്കർ എല്ലാം നല്ല നീയത്തോടു കൂടി ഊಡ್ರೆ ഭർത്താമോ അങ്ങനെ ഔട്ടെ ഭർത്താമത്തും അങ്ങനെ. ഇതുകൊണ്ട് നമുക്ക് നല്ല നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഞങ്ങൾ എന്താക്കണം അങ്ങനെ നിലപ്പ് വെച്ചുകൊണ്ട് വേണം എന്തൊക്കെയാണ് നമുക്ക് ആ ബന്ധം നിലനിൽക്കരുത്. എപ്പോഴും അങ്ങനെ പേരിൽ ഒരു ഫാത്തിഹെങ്കിലും ഓതിക്കൊണ്ടിരിക്കുക. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരോട് എത്തുവായും ബർക്കത്തും എത്തുമേ ചെന്ന എനിക്ക് ഒരു ഫാത്തിഹ ഞങ്ങൾ ഓതിയിട്ട് നെനപ്പാക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് വിജയമുണ്ട്. ഞങ്ങളെ ദ്വായും ബർക്കത്തും ഉണ്ട്.
അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ആ ബന്ധവും ആ സ്നേഹബന്ധവും ഖിയാമത്ത് തുറന്ന് ഞങ്ങളെ സന്താന പരമ്പരയിൽ അള്ളാഹു നിലനിർത്തി തരുകയും ചെയ്യട്ടെ. ഞങ്ങളെ ബഹുമാനപ്പെട്ടിരിക്കുന്ന മഹാന്മാരായ സുന്നത്തി മാതൃ ഉസ്താദന്മാരായ ഹുജ്ജത്തുലുലമാനെ പോലത്തെ മഹാനവറുകൾക്ക് നിങ്ങൾ ദ്വാരക്കുറവ് അകലെ ആയുസ് എത്രത്തോളം നീണ്ട് അകലെ പ്രവർത്തനോട് എത്രത്തോളം നീളിട്ട് അത്രത്തോളം നമുക്ക് വിജയമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫ്യത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. സുന്നത്തെ മാത്രം എല്ലാ ആലിമീങ്ങും അള്ളാഹു തല ദീർഘായുസും ആഫ്യത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞങ്ങൾ എല്ലാ റായത്തിലും പള്ളിയാവട്ട്, മദ്രസാവട്ട്, അല്ലെ സ്ഥാപനാവട്ട്, ദർസാവട്ട് പല മജ്ലിസും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മഹലിലും ഉള്ളത്. ഇല്ലാത്ത ഒരു സ്ഥലമില്ല. നാൽക്കൊരുക്കിടക്ക് നടക്കുന്ന ഇത് മജ്ലിസും ഉണ്ട്. ഏതുപോലെ ഹദ്ദാദ് എത്രയോ പ്രതിഫലം എത്രയോ ഫലായിലുകളുള്ള ഇരിക്കുന്ന ദിക്കറുകളടങ്ങിയ ഹദ്ദാദ് അത് എല്ലാ നാളിലും നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സുണ്ട്. അതുപോലെ വാരത്ത് പേർക്കും നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സുണ്ട്. ഈ സലാത്ര സദസ്സ് പോലത്തത്. അതുപോലെ തിങ്ങൾക്ക് ഓർക്ക നടന്നുകൊണ്ടിരിക്കുന്ന ദിക്കറ് പൂണ് 2 മഹിദ്ദീൻ റാത്തീബു, അതേപോലെ പൂണയിൽ 2 ബദർ മൗറൂദ്, ഇതെല്ലാം ഞങ്ങളെ പള്ളിയിലെല്ലാം നടന്നുകൊണ്ടുണ്ട്. കൂടെ ഉണ്ട് കാണങ്ങനെ. ആ കൂട്ടത്തിൽ വലിയ ഒരു പുണ്യമേറിയ സദസ്സായിട്ടിക്കറ് ഞങ്ങളെ ഈ സലാസ് മജീസ്. ഫമൻകാന അക്തറുഹും അരയ്യ സലാത്തൻ അക്രബുഹും ഇരയ്യ മൻസില. സലാത്ത് കൂടുതൽ ആറ് ചൊല്ല അവൻ നാളെ നബിയോട് കൂടെ വളരെയധികം അടുത്തവനായിട്ടിക്കറ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും പെടുത്തുമാറാവട്ടെ. മാത്രല്ല നബി തങ്ങളെ മേലുള്ള ഈ സലാത്ത് ആ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിലെ മുട്ട ഒരു മലക്ക് നിന്നോണ്ടുപോകും. ഒരു മനുഷ്യ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ നബിയുടെ മേലെ ഒരു സലാത്ത് ചൊല്ലെങ്കിൽ ആ സലാത്ത് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മലക്ക് എത്തുവാട്ടി കൊടുക്കുന്നു. എത്രത്തോളം എത്തുവാട്ടി കൊടുക്കുന്നു. ഒമാമിൻ അഹദിൻ ഇൻ ഉമ്മത്തി സ്വല്ലല്ലാഹു അലൈഹി ഇല്ലാ സമ്മാഹു ബിസ്മിഹി വസ്മി അബീഹി. അവൻ്റെ മാത്രമല്ല, അവൻ്റെ ഉഡ്രസ് ഫുള്ളും അവൻ്റെ ബാപ്പ ഇന്നാലിന്ന രംഗയിലുള്ള ഇന്നാലിന്നവൻ്റെ മോൺ ഇന്നാലിന്നവൻ നബിയെ നിങ്ങൾക്ക് സലാത്ത് ചെന്നറാച്ചൊല്ലെ കാര്യ എത്തുവാട്ടി കൊടുക്കും. അതുകൊണ്ടു നിങ്ങൾ ധാരാളം നിങ്ങൾ സലാത്തിയല്ലോ. നിങ്ങൾ എവിടെ വെച്ചിട്ട് സലാത്ത് ചെന്നാരെങ്കിലും ആര് ചൊന്നെങ്കിലും അള്ളാഹു താര ആ ഹദറത്ത് അള്ളാഹു താല എത്തുവാട്ടി കൊടുക്കുന്നവർ മലക്കൊണ്ടു അവിടെ എത്തുവാട്ടി കൊടുക്കും. അതേപോലെ വെള്ളിയാസന ജാവും പോലായിട്ട് ഈ സലാത്തിന് നിങ്ങൾ ധാരാളം പെരുപ്പിക്കറൂ. കാരണം എന്തുകൊണ്ട് ബാക്കിയുള്ള നാളുകളിൽ വെള്ളിയാസ ജാവും പോലെ സലാത്ത് ബാക്കിയുള്ള ഇരിക്കുന്ന നാലായ മലക്ക് മുഖേനായിട്ട് ഇക്കിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങുകെത്തിരി. ഇതങ്ങനല്ല. ഇത് ഫൈനി അസ്മഉ സലാത്തമ്മൻ യുസല്ലി അലയ്യ ബി ഉദ്നി. ഞാൻ സ്വന്തം കേൾക്കരാൻ, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കരാൻ സലാത്ത്. നബി സ്വന്തം കാതുകൊണ്ട് ആരൊരു മലക്കൊരു മുഖേനായിട്ടല്ല കേൾക്കട്ടെ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതുമല്ല ഏതൊരു തസ്ബീഹ് ദിക്റായെങ്കിലും ഏതൊന്നായെങ്കിലും അത് ഹുദൂറുൽ ഖൽബോട് കൂടെ അല്ലാണ്ട് അല്ലാഹു തആല സ്വീകരിക്കില്ല. സലാത്ത് അങ്ങനല്ല. ഫൈനഹാ തുഖ്ബറു മാ അദമി ഹുദൂറിൽ ഖൽബി. ഖൽബുൽ ഹാദിറിന്നെങ്കിലും ഹാദിറില്ലെങ്കിലും എങ്ങനെ ചൊന്നെങ്കിലും സ്വീകാര്യമാണ് ഒരു അമലായിട്ടിക്കറ് സലാത്ത്. അപ്പൊ ഈ സലാത്ത് മാത്രമല്ല ബാക്കിയുള്ളവർ അമലായും പൊലിഞ്ഞു പോവും. ഇത് പൊലിഞ്ഞു പോവാത്തായിരിക്കുന്ന ഒരു അലമുമായിട്ടിക്കറ്. അതുകൊണ്ട് സലാത്തിന് നിങ്ങൾ മറന്നിടണ്ട. അത് നിങ്ങൾ സ്വർഗത്ത് പോകുള്ള ഒരു തെരുവായിട്ടിക്കറ്. മൻ നസിയ സലാത്ത അലയ്യ ഫഖദ് അഖ്താ തരീഖൽ ജന്ന. സലാത്തിനെത്ത് ഒട്ട മറന്നെങ്കിൽ സ്വർഗത്ത് പോയിട്ട് തിരമയാവും മറന്നാർ. ഞങ്ങളെ എല്ലാ വിജയത്തുക്കുമുള്ള ഒന്നായിട്ടിക്കറ് സലാത്ത്. അതുകൊണ്ട് ധാരാളം സലാത്ത് ചൊല്ലൂ. അതുപോലെ ഞങ്ങൾ നിന്നിട്ട് മരിച്ചു പോയ ആൾമാർക്ക് നിങ്ങൾ ആദ്യം ചൊന്നിട്ട് ഹദിയാക്കറൂ. അങ്ങനെ അദാബിൽ നിന്നിട്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തണം. സലാത്ത് കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബായ മുത്തു റസൂലുള്ളാഹി
തങ്ങവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളെ സലാത്ത് എത്രത്തോളം അധികരിച്ചുകൊണ്ടിരിക്കരുത് അത്രത്തോളം നബിയും നമ്മുമായിട്ടുള്ള ബന്ധം അധികരിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് സലാത്ത് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ മറന്നിടേണ്ട. അത് വലിയൊരു എല്ലാത്തുക്കും പരിഹാരമുള്ള ഒരു ഒന്നായിട്ടിരിക്കരുത്. അതുപോലെ ആ സലാത്തിനെ പെരുപ്പിക്കുമ്പോലേ ഞങ്ങളെ ഷെയ്ഖുന താജുൽ ഉലമ അയാളെ ഞങ്ങും അയാളുമായിട്ടുള്ള ആ ബന്ധം ഞങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെ നനപ്പയലേക്ക് വേണമെങ്കിൽ അയാളെ ബർക്കത്തുന്തുവാ നമുക്ക് കിട്ടണമെങ്കിൽ ഞങ്ങും നനപ്പാക്കിക്കൊണ്ട് വേണം മഹാനവറുകൾ. അയാളെ പേരിൽ എപ്പോഴും ഒരു ഫാത്തിഹ ഓതിട്ട് നനപ്പാക്കറു മറന്നിടണ്ട. അള്ളാഹു ഇതൊക്കെല്ലാം നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ചൊന്നുകൊണ്ടു. അതേപോലെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന ആ മഹാനവറുകളുടെ തണലിലായി ബഹുമാനപ്പെട്ടിരിക്കുന്ന അവരുടെ ശിഷ്യന്മാരുടെ തണലിലായിട്ട് ചെയ്യാമെന്നാലത്തോറും യാതൊരു കുറവില്ലാണ്ട് ജീവിക്കുള്ള ഭാഗ്യം നമുക്ക് നൽകണേ റഹ്മാനെ. അങ്ങലോട്ട് ഞങ്ങളെല്ലാം ഞങ്ങളെ മാതാപിതാക്കന്മാർ, ഭാര്യ മക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, കുടുംബാദികൾ, വാക്കൊണ്ട് വസീരാൾമാർ, ഞങ്ങളെ സഹായിക്കൽ സ്നേഹിക്കലാൾമാർ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടങ്ങ ഞങ്ങളായിട്ട് മരിച്ചു പോയവർ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാന്. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാന്. ചൊന്നിട്ട് വാർന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ നാമത്തോട് ഈ മഹത്തായ കാര്യക്രമത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സ്ഥലം വിടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಕಡುಬಡತನದಿಂದ ಅಲ್ಪವಾಗಿ ಬೆಳೆದು ಬಂದು ಸುಂದರವಾಗಿ ತಲೆ ಎತ್ತಿ ನಿಂತಿರುವ ರೆಂಗೇಲ್ ಮಸೀದಿ ಮದ್ರಸದ ಶಕ್ತಿ ವಂಡೂರಿನ ತಾಜುಲ್ ಉಲಮಾದ ನೇತೃತ್ವವಾಗಿದೆ. ಬಾಂಧವ್ಯ ಸಮ್ಮೇಳನಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತವಾಗಬಾರದು. ನಮ್ಮೆಲ್ಲ ಆಗುಹೋಗುಗಳಲ್ಲಿ ಅವರೇ ಆಗಿರಲಿ ನಮ್ಮ ನಾಯಕರು ಎಂದು ಸಂದೇಶ ಸಾರುತ್ತಾ ಸ್ವಲಾತಿನ ಮಹತ್ವವನ್ನು ವಿವರಿಸಿದ ಉಸ್ತಾದ್ ಅಬು ಸಾಲಿ ಉಸ್ತಾದ್ ಅವರನ್ನು ಧನ್ಯವಾದ ಹೇಳುತ್ತಿದ್ದೇವೆ.